ورحمة سائر أهل الخير كلهم أجمعين. اللهم بحقوقهم وبمددهم وببركاتهم اللهم بارك لنا في كل أمورنا بركة تامة وعزة كاملة يا أرحم الراحمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എംപവർ 360 എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുഭാഗവുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുക. നമ്മുടെ സംഘടനാ നേതൃത്വത്തിലുള്ള ആളുകൾ നമ്മുടെ പ്രവർത്തനം ഏത് രൂപത്തിലായിരിക്കണം, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തലത്തിലാണ് നമ്മുടെ പ്രവർത്തനം എന്ന് വിശദീകരിക്കാൻ ആണ് നമ്മുടെ നേതാക്കന്മാരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് വേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിൽ നാം പ്രവർത്തിക്കുകയും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നാം മുഴുകുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മെമ്പർഷിപ്പിൽ ഏകദേശം 540ഓളം വരുന്ന പ്രവർത്തകന്മാരിൽ ഉള്ള നേതാക്കന്മാരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ ഈ മദ്രസയിൽ വെച്ചുകൊണ്ട് അതുപോലെ പള്ളിയിൽ വെച്ചുകൊണ്ടും ഒരുപാട് ദീനി പ്രവർത്തനങ്ങൾ, ഖിദ്മകൾ നാം ഒക്കെ നടത്തുന്നുണ്ട്. അതിനൊക്കെ പങ്കെടുക്കുവാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുവാനും നമ്മളെ കൊണ്ടാവണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. അൽ-ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പാരത്രികമായ ലോകത്ത് നമുക്ക് കൂടുതൽ ഗുണം കിട്ടണം എന്ന രൂപത്തിലായിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞതാണ്, നിങ്ങൾക്ക് ദുനിയാവിനേക്കാൾ അത് ആഖിറമാണ്. ആ ഒരു ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം ഓരോരുത്തരും ദീനീ ഖിദ്മയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിന്റെ ഖബൂലിയത്തിൽ ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നാം കാരണമായി ഒരു വ്യക്തിയെങ്കിലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കൂടുതൽ മനസ്സിലാക്കാൻ കാരണമായാൽ അത് ഈ ലോകവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും കൂടുതൽ ഖൈറാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായിട്ട് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിൽ ഇരിക്കുന്ന നാം നമ്മുടെ ചുറ്റുഭാഗം ഉള്ള നമ്മുടെ പ്രവർത്തകന്മാരോ അല്ലാത്തവരോ ആയ ആളുകളിൽ നിന്നും എന്തെങ്കിലും അരുതായ്മകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു ദീനീ ഖിദ്മ. ദഅവത്ത് എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്ത മുഴുവൻ കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നാം ഒക്കെ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ ആദ്യം കാണിക്കുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്കൊക്കെ കഴിയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലഫളു മിൻ ഹൗലിക്. വിശുദ്ധമായ സൂറത്ത് ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തോട് വിളിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങേക്ക് വളരെ ക്രൂരമായ മനസ്സോ അല്ലെങ്കിൽ കഠിന ഹൃദയമോ ആയിരുന്നുവെങ്കിൽ അങ്ങയുടെ മുന്നിൽ ഒരു മനുഷ്യനും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം കൊണ്ടും അവിടുത്തെ സൽസ്വഭാവം കൊണ്ടുമാണ് പ്രവർത്തകന്മാർ, സ്വഹാബികൾ എല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗമിക്കുകയും അവിടുത്തെ പിൻപറ്റുകയും അവരുടെ റസൂലുള്ളാഹിന്റെ പ്രവർത്തനത്തോട് അംഗീകരിക്കുകയും ചെയ്തത് എന്ന ആ ഒരു കാര്യം നാം ഒക്കെ മനസ്സിലാക്കി നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് കാരുണ്യമാണ്. അതുപോലെ കാരുണ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ്, കരുതലോടുകൂടിയുള്ള പ്രവർത്തനമാണ്. എങ്കിൽ മാത്രമേ നമ്മെ മനസ്സിലാക്കുവാനും നാം പറയുന്നത് സ്വീകരിക്കാനും ആളുകൾ തയ്യാറാവുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലുകൾ ചെയ്യുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന സന്ദർഭത്തിൽ വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. ഘടനയും ചുമതലകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി
ICF ന്യൂ ദുബായ് റീജിയണൽ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇസ്മായിൽ കക്കാട് സാഹിബ് നമ്മളോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ ആദ്യപൂർവ്വം ക്ഷണിക്കുന്നു. إن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم